മാർച്ച് 1-നാണ് കേട്ടോ ചാലിശ്ശേരി പൂരം. ചാലിശ്ശേരി പൂരം എന്ന് പറഞ്ഞാൽ 3 ജില്ലക്കാരുടെ പൂരമാണേ. അപ്പോൾ പൂരത്തോടനുബന്ധിച്ച് തലേ ദിവസം, അതായത് ഫെബ്രുവരി 28-ന് പൂരവാണിയം നടക്കുന്നുണ്ടേ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഇന്നേ വരെ ഈ വാണിയം കാണാൻ ഞങ്ങൾ പോയിട്ടേ ഇല്ല ഗൈസ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര വർഷമായി. അപ്പോൾ അത് നല്ല മനസ്സിലുണ്ട്, ആഗ്രഹമുണ്ട് പോകണമെന്ന്. അപ്പോൾ ഇതാ ചാലിശ്ശേരി എത്തിയപ്പോൾ തന്നെ ബ്ലോക്ക് തുടങ്ങിയിട്ടോ. ഞങ്ങൾ 5 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടോ, കാരണം വേഗം കണ്ടിട്ട് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ വഴിയോരത്തൊക്കെ ഒരുപാട് മീനുകളും അതുപോലെ തന്നെ ഇറച്ചിയും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ചാലിശ്ശേരി എത്തി. മുല്ലമ്പറമ്പത്ത് മൈതാനത്താണല്ലോ ഇതൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മുടെ സരസമേള ഇപ്രാവശ്യം ചാലിശ്ശേരി ആയിരുന്നു. ഏകദേശം അതുപോലൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സാധനങ്ങളുണ്ട്. ഒരുപാട് നല്ല നല്ല ചെടികളുണ്ട് കേട്ടോ. എല്ലാറ്റിനും നല്ല തീ പൊള്ളുന്ന വില തന്നെയാണ് കേട്ടോ. വിഗ്രഹങ്ങൾ, ചട്ടികൾ, പൂവുകൾ, അതുപോലെ കുടങ്ങൾ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് ചോദിച്ചാൽ അറിയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും എന്തൊക്കെയാണെന്ന് കേട്ടോ. ഒരുപാട് ഈ ചട്ടികളുടെ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരു ചട്ടിക്ക് തന്നെ 150, 200 അങ്ങനെയൊക്കെ റേറ്റാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മൾ പൈസ നല്ല കയ്യിൽ വെച്ചിട്ട് പോയാലേ ഇതൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. എല്ലാവരും പറയും കാണാനെങ്കിലും പോവാലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് നമ്മുടെ മനസ്സ് തോന്നും. അപ്പോൾ അതിന് കയ്യിൽ പൈസ വേണം. അപ്പോൾ അത് ഓരോരുത്തരും ഇങ്ങനെ ഓരോന്ന് വാങ്ങുന്നിട്ടോ. മാങ്ങ, ഉപ്പിലിട്ടത് എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാം ഒന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ കുട്ടികളെ കണ്ണിൽ പൊടിയിടാൻ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. എന്താ പ്രശ്നം വെച്ചാൽ എല്ലാറ്റിനും നല്ല റേറ്റാണ്. കരിമ്പിൻ ജ്യൂസ്, അതുപോലെ ഷേക്കുകൾ, ഇളനീർ ഷേക്ക്, ഡ്രസ്സുകൾ, കമ്മലുകൾ, അതുപോലെ തന്നെ എന്ത് വേണം, നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ട്. പാദസരം, വള, മാല, കമ്മലെല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറേയൊക്കെ ചുറ്റിക്കറങ്ങി കേട്ടോ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. പിന്നെ അതാ ഇങ്ങനെ ഈ മൈലാഞ്ചിയുടെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞങ്ങൾ ചെയ്തില്ല. കമ്മലുകളുടെ ലോകം എന്ന് പറയണത് അത്രയും ഉണ്ടായിരുന്നു കേട്ടോ. കമ്മലുകളുടെ ലോകം എന്ന് പറയണത്. പിന്നെ അതാ ഇങ്ങനെ ഈ വെറൈറ്റി പേനകളും പെൻസിലുകളും മിററുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ നല്ല ക്യൂട്ടായി. എത്ര രൂപ? 30 40 അങ്ങനെ എന്തോ റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഇങ്ങനെ ഹെവി വർക്കുള്ള മാലകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്നിന് 50 രൂപ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അത്രയ്ക്ക് വലിയ ഇത് തോന്നിയില്ല. വാങ്ങണവർക്ക് വാങ്ങാം. പിന്നെ അങ്ങനത്തെ ഒക്കെ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കമ്മലുകളുടെ സെക്ഷനാണ് കേട്ടോ നോക്കി നിന്നത്. പെൺകുട്ടികളായ നമ്മൾ നോക്കി നിൽക്കുമല്ലോ. 50 രൂപ മുതൽ കമ്മലുകൾ ഉണ്ട് കേട്ടോ. മുകളിലത്തൊക്കെ 100 രൂപ റേറ്റുകൾ ഇങ്ങനെ കൂടി വരും വലിപ്പത്തിനനുസരിച്ചിട്ട്. കമ്മലൊന്നും ഞങ്ങൾ വാങ്ങിയില്ല, കാരണം ഇഷ്ടംമാതിരി കമ്മൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ വെറുതെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങടെയെങ്കിലും പോകുമ്പോഴല്ലേ ഇതൊക്കെ ഇടുള്ളൂ. പിന്നെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒന്നും ഇടില്ലല്ലോ. വല്ല ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ ഇങ്ങനത്തെ ജിമിക്കുകളൊക്കെ ഇടുള്ളൂ. അല്ലെങ്കിൽ ഞാനൊരു സ്റ്റഡ് പോലത്തെയാണ് കേട്ടോ എപ്പോഴും യൂസ് ചെയ്യുക. പിന്നെ ഇതാ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നേ. എല്ലാറ്റിനും നല്ല വില ഉണ്ട് കേട്ടോ. വേദുവിന് ഒരു പുലി വേണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആദ്യം. പിന്നെ ഞാൻ വേണ്ട പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോയി. പക്ഷെ അതൊക്കെ വെറുതെ വാങ്ങണത്. പിന്നെയും കമ്മലുകളുടെ ലോകത്തേക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഒരുപാട് കമ്മലുകളുടെ കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. ഓരോ കടകളിലും ഓരോ റേറ്റാണ്. ഇപ്പോൾ ഒരു കടയിൽ 100 ആണെങ്കിൽ അപ്പുറത്ത് 150 ആയിരിക്കാം, ചിലയിടത്ത് 200 ആവാം, ചിലയിടത്ത് 250 ആയിരിക്കാം. അങ്ങനെയൊക്കെ ഇതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് വില പേശുമ്പോൾ അവരൊന്ന് താഴ്ത്തു കേട്ടോ. 10 രൂപ 20 രൂപയ്ക്ക് താഴ്ത്തി തരുള്ളൂ. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കൊല്ലത്തിലൊരിക്കലല്ലേ ഇത് വരുള്ളൂ. അപ്പോൾ അവർക്കും ഈ ടൈമിലല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടുള്ളൂ. പിന്നെ ഇവള് ബേബിക്കുട്ടി വാങ്ങിയിട്ട് എന്താ വെച്ചൊരു കവായി സ്റ്റിക്കറോ അങ്ങനെ എന്തൊരു സാധനമാണ്. ഇതൊരു സ്റ്റിക്കറാണ് കേട്ടോ അവൾ വാങ്ങിയത്. വേദുവിനെ ഒരു കളിപ്പാട്ടം ഞാൻ വാങ്ങി കൊടുത്തു. പിന്നെ ഇങ്ങനത്തെ ഭയങ്കര ഫാൻസി ടൈപ്പ് പാദസരങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെക്കുന്നു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ പോയ ടൈം 5:30 ആ ടൈമാണല്ലോ. അപ്പോൾ കടകളൊക്കെ അറേഞ്ച് ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കടകളൊക്കെ അറേഞ്ച് ചെയ്തു. എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെ അവർ സെറ്റാക്കി വരുന്നുള്ളൂ. രാത്രി കാണണം. പിന്നെ ഈ കടയിൽ നല്ല ക്രാബുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ക്രാബ് കളക്ഷൻസ് ആയിരുന്നേ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ എടുത്ത ക്രാബിന് എത്ര 30 40. ഇവളൊരു ക്രാബ് എടുത്തത് 70 80 രൂപയ്ക്ക് ആ ക്രാബിന്. ശരിക്കും അത്രയുമൊന്നും ഇല്ല. ഈ ക്രാബ് എങ്ങനെ ഉണ്ട് എന്ന് പറയൂ കേട്ടോ. നല്ല ഭംഗിയിൽ എനിക്കിഷ്ടമായി. ഞാൻ ഇതല്ല എടുത്ത് വേറൊരു ക്രാബാണ് എടുത്തത്. കുറേ ക്രാബ് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. കാരണം നമ്മൾ ആന്ധ്രയിലൊക്കെ ആകുമ്പോൾ ഒരു ക്രാബിന് 5 രൂപ 10 രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ തോനെടുക്കും. ഇവിടെ കമ്മലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല, വില ചോദിക്കാനും പോയില്ല, കാരണം വാങ്ങണില്ലല്ലോ. പിന്നെ ഭക്ഷണം, അത് വേണമല്ലോ മെയിൻ. ഭക്ഷണ ഐറ്റംസ് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കടയിൽ നിന്നോ തോന്നുന്നുണ്ട് വേദുവോ ബേബി എന്തോ വാങ്ങിയല്ലേ ബേബിയെ? ഇതെന്നല്ല, അവൾ ഇവിടുന്നോ അങ്ങനെ എന്തോട്ട് വാങ്ങി. ഓരോ കടയിൽ ഇവൾ കയറും. എന്നിട്ട് ഇത് വേണം അത് വേണം എന്നൊക്കെ അവൾ പറയും. പക്ഷെ അവളൊന്നും വാങ്ങില്ല.
എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കോ പറഞ്ഞിട്ട് അവസാനം ഞാൻ അവളോട് പറഞ്ഞു കേട്ടോ. പിന്നെ അമ്മ ഇങ്ങനെ ക്ലിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൊട്ട് അതുപോലെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഈ ക്യൂട്ട് ബൊമ്മകളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. വേദു അതുപോലെ ലോറി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് കറിയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് വിൽക്കാനല്ല അത് വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ടുവന്നേ. പിന്നെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ചാലിശ്ശേരി ഫുൾ ഗ്രൗണ്ട് ഇങ്ങനെ ചുറ്റി കാണുന്നതായിരുന്നു കേട്ടോ. പിന്നെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇവർ ഓരോ കളിപ്പാട്ടം വാങ്ങുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പോൾ മുട്ട ബജി അങ്ങനത്തെ എന്തോട്ട് വാങ്ങിയുള്ളൂ കേട്ടോ ഞങ്ങൾ. പിന്നെ ഏട്ട ഐസ്ക്രീം വാങ്ങി തന്നു. അല്ലാണ്ട് ഇങ്ങനത്തെ ഈ അലുവ പൊരി അതൊന്നും വാങ്ങിയില്ല. കാരണം ഞങ്ങളുടെ പൂരത്തിന് വാങ്ങിയ എന്താ 6 നമ്പറും പൊരി തന്നെ എപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അത് കാരണം അതൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഈ ഐസ്ക്രീം കടയിൽ ചെന്നിട്ട് ഏതോ അമേരിക്കൻ ബാറോ അങ്ങനെ എന്തോട്ട് വാങ്ങിയിട്ടോ. അതാ തൂങ്ങിക്കിടക്കുന്ന സാധനം അവനെ മാത്രം വാങ്ങിക്കൊടുത്തു. ഞങ്ങളൊക്കെ മറ്റേ എന്താടി കോണ് പോലത്തെ ഐസ്ക്രീമും വാങ്ങി കഴിച്ചു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ എത്തിയപ്പോൾ പിന്നെ നമ്മൾ ഒരുവിധമൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഈ ഔഷധ ഗുണങ്ങളുള്ള എന്തൊക്കെ പച്ചിലകളും തൈലങ്ങളും തൈലം എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. നടുവേദന മാറാനും പച്ചില തൈലം നടുവേദന മാറാനും അങ്ങനെ വേദനകൾ മാറാനും ഉള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. തൊപ്പികൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ശരിക്കും നിങ്ങളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. പിന്നെ കരിപ്പട്ടി ശർക്കരയോ പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പിന്നെ മീനുകൾ ഉണക്ക മീനുകൾ കുറേ ഉണ്ട്. മാങ്ങ നല്ല മാങ്ങയെന്ന് തോന്നുന്നു. വിലയൊന്നും ചോദിച്ചില്ല. നമ്മുടെ വീട്ടിൽ ഇഷ്ടംമാതിരി മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ മാങ്ങയ്ക്ക് കൊതിയായി ഗൈസ്. പിന്നെ കുറേ വിത്തുകൾ അതൊക്കെ ഉണ്ട് കേട്ടോ. വിത്ത് വാങ്ങിയിട്ട് കാര്യമില്ല. ഇവിടെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല. പിന്നെ കത്തി പലതരം കത്തികൾ മടാളുകൾ വാളുകൾ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ മീനിൻ്റെ സെക്ഷനിലേക്ക് പോയില്ല കേട്ടോ. അമ്മയ്ക്ക് മണം സഹിക്കാൻ വയ്യ. അമ്മ അങ്ങനെ മീനൊന്നും കൂട്ടാത്ത കാരണം ആ ഭാഗത്തേക്ക് പോയില്ല. എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ ഞാൻ ഇങ്ങനെ ചെല്ലുണ്ടായിരുന്നു കേട്ടോ. ചിലരൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നേ. അടുത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ വാങ്ങി പോവാം. ഞങ്ങൾ പക്ഷേ ഉണക്കമീൻ കുറച്ച് വാങ്ങിയിട്ട് അത് നല്ല ഉണക്കമീനാന്ന് തോന്നി. പിന്നെ വേദു ഇങ്ങനെ പറയണ്ടായിരുന്നു വലിയ മീനുണ്ട് അമ്മേ വലിയ മീനുണ്ട്. അവനത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അവൻ ഇങ്ങനത്തെ മീനൊന്നും നേരിട്ടിട്ട് ഇങ്ങനെ അടുത്തുനിന്ന് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നേ അതൊക്കെ കാണുമ്പോൾ. പിന്നെ ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഉണക്കമീൻ വാങ്ങിയ. ഉണക്ക മാന്തളുണ്ട്, ഉണക്ക മുള്ളുണ്ട്, ഉണക്ക അയിലുണ്ട്, ഉണക്ക അയില ചെമ്പുണ്ട്. അയില ഇല്ലോണ്ട് അയില ചെമ്പാനാ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മാന്തൽ വാങ്ങി. ഞങ്ങൾക്ക് എല്ലാവർക്കും മാന്തൽ ഇഷ്ടമാണ്. പലതരം മീനുകളുണ്ട്. അതെ പലതരം മീനുകളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് വെറുതെ ചുറ്റിക്കറങ്ങി ഒന്നും കൂടിയും ഇവർ കുറേ വിളിച്ചുട്ടോ ഞങ്ങളതിനെ ആച്ച് പോലത്തെ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. ചിലർ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെ അത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇടണത് കയ്യിൽ. പക്ഷേ ഞങ്ങൾ അതൊന്നും അത്ര അങ്ങോട്ട് ഇട്ടില്ല. കാരണം അതൊന്നും അത്ര നല്ലതല്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം നല്ലതൊന്നുമല്ല. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ അടുക്കള ഐറ്റംസൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ ഒരു എന്താ വാങ്ങിയേ ഉണ്ടിക പാത്രം വാങ്ങിട്ടോ. അതിനത്ര 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് വാങ്ങി 100 അതിനെയാ അപ്പം 30 പറഞ്ഞതോ 100 രൂപയാ പോടി എവിടുന്ന് അല്ല കേട്ടോ. 30 രൂപയാന്നാണ് എൻ്റെ സംശയം. അതെ 30 രൂപയാ. എന്നിട്ട് മാമ ഒന്നും കൂടി വേണോ ചോദിച്ചില്ലേ 30 എൻ്റെ സംശയം കേട്ടോ. എനിക്കറിയില്ല. ഇവിടെ എല്ലാവരും കിടന്നുറങ്ങുമ്പോഴാണ് ഞങ്ങൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇനി നാളെ നമുക്ക് ചോദിക്കാം അതിന് 30 തന്നെയാണ്. അതാ ഈ ചേട്ടൻ ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ്സുകളൊക്കെ ഒതുക്കിയപ്പോൾ എന്നോട് ചോദിച്ചു ഒരു കൂളിംഗ് ഗ്ലാസ് വേണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു കേട്ടോ. വെറുതെ തരില്ലല്ലോ പൈസ കൊടുക്കണമല്ലോ. അപ്പിനെ അവൾ വേണ്ട പറഞ്ഞു. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ മുട്ട ബജി വാങ്ങി ഇവിടുന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അവർ സോസ് ഒഴിച്ചു. സംഭവത്തിൽ ഈ സോസൊന്നും ഞങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവാറില്ല. പക്ഷെ അടിപൊളി സോസായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ അച്ചാറ് പോലെ തോന്നിയിട്ടോ. ഒരു മുട്ട ബജിക്ക് അവിടെ 15 രൂപയ്ക്കാണ് കേട്ടോ അവർ വിൽക്കുന്നത്. കോളിഫ്ലവർ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാങ്ങിയില്ല. നല്ല മസാലയായിരുന്നു കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ മസാല അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൂട്ടില്ല. പക്ഷെ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേദു അടക്കം കഴിച്ചു. മറ്റേത് വേദു അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ തുപ്പാണ് പതിവ്. അങ്ങനെ ചാലിശ്ശേരി വാണിയം ഞങ്ങൾ ഈ വർഷം കണ്ടു 2026. അപ്പം നിങ്ങളൊക്കെ ചിലർ പോയിട്ടുണ്ടാവും, കാണാത്തവരുണ്ടായിരിക്കും. നിന്നെ പോലെ കുറേ വർഷമായിട്ട് പോണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും. അവരൊക്കെ ഈ വീഡിയോയിൽ കണ്ടിട്ട് അടുത്ത കൊല്ലമെങ്കിലും നിങ്ങൾ പോവുക. നമ്മൾ പോകണമെന്ന് വിചാരിച്ചാൽ നമ്മൾ പോയിരിക്കും. അങ്ങനെയാണല്ലോ. അപ്പോൾ അതാ രാത്രിയൊക്കെ പോയി കാണാൻ നല്ല രസട്ടോ. പിന്നെ അതാ ഇവിടെ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. കുട്ടികളുടെ സെക്ഷനാണേ. അതൊന്നും നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ.